Hello guys, so welcome to Ria Bridget Vlogs. സോ നമുക്ക് ഷോർട്ടാക്കി ബ്രിഡ്ജറ്റ് വ്ളോഗ്സ് എന്ന് പറയാം. സോ ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഇപ്പൊ ഈ വ്ളോഗ് ഞാൻ എടുക്കാൻ നിൽക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡന്റെ അകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗ് നമ്മൾ ആദ്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ബാംഗ്ലൂർ ട്രിപ്പാണിത്. സോ അപ്പോൾ ഈ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് എനിക്കൊരു വ്ളോഗ് ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ നമ്മൾ ട്രിപ്സ് ഒക്കെ പോകുമ്പോൾ നമുക്ക് വേറൊരു വ്ളോഗിങ് ഉണ്ട് ഓൾറെഡി. സോ അപ്പോൾ ഇത് നമ്മുടെ ഒരു മെമ്മോയർ ആയിട്ട് ഒരു സുവനീർ ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തതായിട്ടാണ്. ഇത് ഇംപെർഫെക്റ്റ് ആയിരിക്കും ഈ വ്ളോഗ് ബിക്കോസ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ആൻഡ് ലൈക്ക് വെരി സ്പെഷ്യൽ വ്ളോഗ് എന്നൊക്കെ പറയാം. സോ ഇത് ഞാനും എൻ്റെ പ്രിയങ്കരിയായ സേറ റേബയും മാത്രമാണ് ഈ ഒരു ബംഗളൂരു ട്രിപ്പിന് വന്നിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ അൺഎക്സ്പെക്ടഡ് വ്ളോഗിൽ നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവളാണ് ക്യാമറയ്ക്ക് ബാക്കിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സോ നമ്മൾ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെ വന്നു, നമ്മൾ എന്തിനാണ് ബാംഗ്ലൂർ വന്നത്, നമ്മളൊരു ഭയങ്കര സ്പെഷ്യൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. സോ അതിനകത്ത് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്ളോഗ് മൊത്തത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും. നമ്മുടെ കുറെ എക്സൈറ്റ്മെന്റ്, നമ്മുടെ സങ്കടം വന്ന സിറ്റുവേഷൻസ്, നമ്മുടെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്സ്, നമ്മുടെ ഓക്വേർഡ്നെസ്, നമ്മുടെ ഒത്തിരി ഇമോഷൻസ് ഈ വ്ളോഗിൽ കാണാൻ പറ്റുന്നതായിരിക്കും. സോ here I'm starting my new vlog channel called Bridget Vlogs. So ഇത് എനിക്കറിയില്ല, ഇത് പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇത് മേ ബി പ്രൈവറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് ആയിരിക്കാം. പബ്ലിക് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ വ്ളോഗ് കാണാൻ വേണ്ടി ഒഫീഷ്യലി സ്വാഗതം ചെയ്തു. എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആൻഡ് ബാംഗ്ലൂർ ഞങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾസോ ദാറ്റ് സ്പെഷ്യൽ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സ്പെഷ്യൽ ആളുണ്ടല്ലോ, RCB, മേ ബി സ്റ്റേഡിയം വ്യൂ ഒക്കെ കാണാം. സോ ദിസ് ഇസ് ലാൽബാഗ്. Here Ria Bridget and with the camera girl Sarah Reba Kuriye. So നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കി കുറെ ഓരോരോ കാര്യങ്ങൾ വീണ്ടും നമുക്ക് കാണാം. സോ എല്ലാവരും അത് കണ്ടിട്ട് വാ. ഹലോ ഗൈസ്. സോ നമ്മളിപ്പോൾ ഇരിക്കുന്നത് യശ്വന്ത്പൂർ എക്സ്പ്രസിന്റെ 3rd AC. സോ നമുക്ക് ലാസ്റ്റ് മിനിറ്റാണ് നമ്മൾ ഈ കാര്യം ഡിസൈഡ് ചെയ്തത്. സോ ഡിസൈഡ് ചെയ്തപ്പോൾ നമുക്ക് ടിക്കറ്റ്സ് ഇല്ലല്ലോ. സോ ടിക്കറ്റ്സ് ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മെയിൻ തൽക്കാൽ കിങ് മുക്കട വണ്ണുള്ളി മുക്കടയെ സമീപിച്ചു. നമുക്കൊരു തൽക്കാൽ എടുത്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സോ ഗൈസ് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാത്തവർക്ക് പറയാണ്. നമ്മുടെ ട്രെയിനിൽ നമുക്ക് ടിക്കറ്റ്സ് കൺഫേംഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്നാണോ നമ്മൾ പോകുന്നത് ആ പോകുന്നതിന് ജസ്റ്റ് തലേദിവസം നമുക്ക് തൽക്കാലിന് ടിക്കറ്റ് എടുക്കാൻ പറ്റും. സോ തൽക്കാലം എടുക്കുമ്പോൾ AC ആണെങ്കിൽ രാവിലെ 10 മണിക്കും, അല്ലാതെ നോർമൽ സ്ലീപ്പറൊക്കെ ആണെങ്കിൽ രാവിലെ 11 മണിക്കുമാണ് തൽക്കാലം ഓപ്പൺ ആവുന്നത്. സോ അങ്ങനെ നമ്മുടെ മുക്കട നമുക്ക് 2 പേർക്കും തൽക്കാലം 3rd AC എടുത്തു തന്നു. സോ താങ്ക്സ് ടു മുക്കട. അപ്പോൾ സോ നമ്മളെടുത്തു. നമ്മൾ ഇന്നലെ രാത്രി ട്രെയിൻ കയറി, നല്ലൊരു നൈറ്റ് കഴിഞ്ഞു. ഒരു ഓവർ നൈറ്റ് ട്രാവൽ ആയതുകൊണ്ട് പിന്നെ നമ്മൾ സുഖമായി ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ ഉറങ്ങി. ഭയങ്കര തണുപ്പായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉറങ്ങി എഴുന്നേറ്റു. ഇപ്പോൾ രാവിലെയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റേഷനാണ് നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ. സോ അവിടെ നമ്മൾ ഇറങ്ങുന്നത് ഇപ്പം ഓൾറെഡി 10 മണിക്ക് എത്തുന്നായിരുന്നു ഷെഡ്യൂൾഡ് ടൈം. ബട്ട് ലേറ്റ് ആണ്. സോ 10:45 ഒക്കെ ആകുമ്പോഴാണ് ഇപ്പോൾ കാണിക്കുന്ന ടൈം. സോ നമ്മൾ 10:45 ആകുമ്പോൾ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. സോ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ ഏത് സ്ഥലത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ക്ലൂ ആണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കണം എവിടേക്കാണ് പോകുന്നത്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റിന് വേണ്ടി നമ്മൾ അങ്ങനെ വെക്കുന്നു. സോ അപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്ന മറ്റാളുണ്ടല്ലോ, അയാളെ കാണിച്ചു തരണമല്ലോ. അയാൾ ഇവിടെ ഇരിപ്പുണ്ട്. അയാളിവിടെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗേൾസ് ഡേറ്റ് കാണിച്ചു തരാം.
പറയൂ സരബ, ഇതേപ്പറ്റിയുള്ള അഭിപ്രായം ആദ്യമായിട്ട് ഒറ്റയ്ക്ക് എന്നെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്താണ് പറയാനുള്ളത്? ഞാൻ വെറുതെ ഇങ്ങനെ ചില്ല് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തെ വ്യൂ ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. സോ ബാക്ക് ടു ദ വ്ലോഗ്. സോ ഈ ഒരു ഗേളിനെ ടേക്ക് കെയർ ചെയ്ത് അതിനെ കൊണ്ടുപോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ പോണത്. ബട്ട് സ്റ്റിൽ നമ്മൾ തപ്പി പിടിച്ചു കുറേ സംഭവങ്ങൾ. നമ്മൾ ഒത്തിരി റഷായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പറ്റുന്ന പോലെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നടന്നാൽ നമുക്ക് കുറച്ചുകൂടെ ടൈം കുറയും. സോ അപ്പോൾ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻസ് കുറവായിരിക്കും. പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഒരു ബാംഗ്ലൂർ പോയി വരുന്നൊരു സംഭവം. ജസ്റ്റ് സാറ്റർഡേ സൺഡേ പോയി സൺഡേ രാത്രി തിരിച്ചു വരുന്നു. നമ്മൾ ഇനി മെയിൻ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് പോകും. അപ്പോൾ നമ്മുടെ എല്ലാവരും കാണും. നമ്മുടെ മെയിൻ ഞങ്ങളുടെ ഡ്രൈവ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഒരു മെയിൻ ഒരാളുണ്ട്, ശ്വേത ശ്രീകുമാർ. ഫോട്ടോ ഈ സൈഡിൽ വെക്കുന്നതായിരിക്കും. അതെ, ഞങ്ങൾ അവളുടെ ഫോട്ടോ ഇവിടെ നീങ്ങി വന്ന് ഇവിടെ ഞങ്ങൾ ശ്വേതയുടെ തല വെക്കുന്നതായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ, അത്ര സ്പേസ് ഉള്ള വെച്ചിട്ട്. സോ അപ്പം അവളില്ലാതെ ഇൻകംപ്ലീറ്റ് ആണ് ഫ്രീ. ഇത് സംഭവിച്ചാൽ അവളെ കൊണ്ടുപോകാൻ നമ്മൾ പോകുന്നില്ല. അവൾ ഒരാഴ്ചക്ക് മുന്നേ, ഒരാഴ്ച പോലും ആയ ഡൗട്ട് ഉണ്ട്, അവളൊന്ന് ബാംഗ്ലൂർ പോയിട്ട് വന്നതാണ്. അവളുടെ ഓഫീസിലെ ചേച്ചിമാരുടെ ബാംഗ്ലൂർ പോയിട്ട് വന്നതേ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പ്ലാൻ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത സാധനമല്ലായിരുന്നു. നമ്മൾ തൽക്കാലം എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതല്ല. നമ്മൾ പോകുന്നതിന്റെ 2 ദിവസം മുന്നെയാണ് പോകാം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് തന്നെ. തൽക്കാലം എടുക്കുന്നതിന് 10 മണിക്ക് 10:01 ഞാൻ മുക്കടയ്ക്ക് മെസ്സേജ് അയച്ചത്. മിസ്റ്റർ മെൽവിൻ ജോബ് മുക്കടയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു, എടുത്തോ, ഒന്നും നോക്കണ്ട, എടുത്തോ, പോകുന്ന കാര്യം നടന്നില്ലെങ്കിലും എടുത്തോ എന്നൊരു അങ്ങനെ അങ്ങ് പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ്. സോ ദാറ്റ് ഒരു ഓൾ ടുഗെദർ പറയുകയാണെങ്കിൽ നമ്മള് പോവാണ്. ഞാനിപ്പോ പറഞ്ഞതിന്റെ ഇടയ്ക്ക് തന്നെ ഈ പോകുന്ന സ്ഥലത്തിന്റെ പേര് ഞാൻ അറിയാതെ തന്നെ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. യെസ് ഗൈസ്, ഇറ്റ്സ് ഓൾറെഡി പറഞ്ഞല്ലോ. ഞാൻ ഇനി അത് ഒഫീഷ്യലി അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ ഗൈസ്, സോ here we are watching one and only our brand new vlog of our girls only trip. Incomplete but still so happy. അപ്പോൾ ബാക്കിയൊക്കെ ഇനി വരുന്ന വഴിയിൽ കാണിക്കാം. എന്താണ് കാണിക്കാൻ പറ്റും? Yes. I have no idea what to do or where to go or anything. But Yes guys, so we have reached here. നമ്മളപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതല്ല, ഫുൾ സസ്പെൻസസ് ആൻഡ് ത്രില്ലേഴ്സ് ആയിരിക്കും ഇവിടെ നടക്കാൻ. ഞങ്ങൾക്കും അറിയില്ല എന്താ നടക്കാൻ പോകുന്നത്, നമുക്ക് പോലും അറിയില്ല ഗൈസ്. ബട്ട് സ്റ്റിൽ ഒരു ഫ്രഷ് ഫീലിംഗ് അല്ലേ, ഒരു ഭയങ്കര ഫ്രഷ് ഫീലിംഗ്. അതെ, പിന്നെ അതുമല്ല നമ്മള് ലൈക്ക് നമ്മുടെ സേഫ് സോണിൽ നിന്ന് ഒരു തന്നത്തെ ഒരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ അപ്പം അല്ല, സോ ഇനി ഒരാൾ വരുന്നുണ്ട്, അയാളെ ഒന്ന് കണ്ടിട്ട് ബാക്കി നമ്മൾ തീരുമാനിക്കാം എന്താണ്. ഓക്കെ, मिनट प्लेटफॉर्म 2 से जा रही है. पैसेंजर काइंड अटेंशन प्लीज. ट्रेन नंबर. ഓക്കെ ഗൈസ്, നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വഴി ഇങ്ങോട്ടേക്ക് വഴി നമ്മൾ അങ്ങ് എടുക്കുക. നമ്മൾ പോകുന്ന വഴിയായിരിക്കും വേഗം വഴി, തനി വഴി. എത്ര ബാംഗ്ലൂർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു മുഖം. ആക്ച്വലി അവൻ ഞങ്ങളെ കാണാൻ വന്നൊന്നും അല്ല, വേറെ ആരെയോ കാണാൻ വന്നതാണ്. പിന്നെ ഈ പേര് പറഞ്ഞു വന്നത് ആരുമല്ല, മറ്റാരുമല്ല, this is my youngest bro, younger bro, എന്ത് വേണമെങ്കിലും പറയാം. അങ്ങോട്ട് നോക്കണം. അതെ, ദിസ് ഇസ് മൈ ബ്രദർ റിറ്റോ. ഇവൻ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, ഇവിടെ നഴ്സിംഗ് പഠിക്കുക. ഇവന് ക്ലാസ് ഉണ്ടായിരുന്നവൻ. അയ്യോ ഓക്കെ,
ഇവന് ക്ലാസ് ഉണ്ടായിരുന്നു ഇവിടെ. എന്നിട്ട് ഇവനൊന്ന് ലീവ് എടുത്ത് എന്ത് പറഞ്ഞിട്ടാണ് ഇവന്റെ ലീവ് ലെറ്റർ ഞാൻ ഇതിനോട് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ഇവൻ എഴുതി വിട്ടത് ഡിയർ സർ, എന്റെ സിസ്റ്ററും കസിനും കൂടെ വരുന്നുണ്ട്, അപ്പോ അവരെ പിക്ക് ചെയ്യാൻ പോണം എന്നൊക്കെ പറഞ്ഞു. വന്നു ബട്ട് സ്റ്റിൽ ഇത് ക്ലാസ്സിൽ പോകണ്ടേ? പറയൂ ഗൈസ്, ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് ചേർന്നതാണോ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള? ഓക്കെ ഗൈസ്, സോ നമ്മൾ പോവുകയാണ്. ബൈ. ബാക്കി പിന്നെ കാണിക്കാം. ഗൈസ്, ഇവൻ ഭയങ്കര ചെലവാ. ഗൈസ്, നീ ഇതിനോട് യോജിക്കുന്നില്ലേ? ഇവൻ 170 രൂപ മുടക്കി ഊബറിന് ഇവിടെ വരെ വന്നു. ഇവിടുന്ന് തൊട്ട് ഫ്രണ്ട് ഞാൻ കാണിച്ച യശ്വന്ത്പൂർ ആണ് മെട്രോ സ്റ്റേഷൻ. അവിടുന്ന് മെട്രോ കയറി ഓറിയോൺ മോളിൽ പോണതേ ഉള്ളൂ. ഇവൻ കാറിനെ പോകും. അമ്പാനും പോണല്ലേ? ഏതോ അമ്പാനും ആയിരുന്നു. ഇപ്പൊ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിന്റെ പേരെന്താ? ഊബർ. നമുക്ക് ട്രാൻഡർത്തുണ്ട്, പക്ഷെ എന്നാലും ഇവിടെ ഓറിയോൺ മോൾ വരെ ഇവൻ യൂബർ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി അത് വരട്ടെ, അതും കാർ വരട്ടെ, സെറ്റാക്കാം. ഗൈസ്, ക്ലൗഡ്സ്, നൈസ് ക്ലൗഡ്സ്, ബാംഗ്ലൂർ ക്ലൗഡ്സ്. ഇവന്റെ ഊബർ 999 കിലോമീറ്റർ. കിലോമീറ്ററോ? അല്ല, 999 കിലോമീറ്റർ അപ്പുറം വിറ്റോയുടെ ഊബർ വന്നിട്ടുണ്ട്. എത്ര പേര് ഇത്ര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ചേച്ചിയുടെ ഇത്ര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു അനിയനെ ഇവൻ ഇൻട്രോവേർട്ട് ഒന്നും അല്ല ഗൈസ്, ബട്ട് സ്റ്റിൽ ക്യാമറ ഷെയാണ്. വീട്ടിൽ കിടന്നു 999 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഊബർ എത്തൂന്നാണ് അവൻ പറയുന്നത്. 999 കിലോമീറ്റർ അപ്പുറമുള്ള ഊബർ 5 മിനിറ്റിലെത്തും. തിരിച്ചു കാണിക്കട്ടെ. ഇതാണ് ഗേൾ. ഈ ഗേളിനെ പറ്റിയാണ് ഗൈസ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും നേരം. ശ്വേത ശ്രീകുമാർ. അതൊന്നും അങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയും കാണും. ഫസ്റ്റ് ഊബർ എടുത്തു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ. നമ്മൾ ഇപ്പോൾ പോകുന്നത് മോളിലേക്ക്. മോളിൽ പോയിട്ട് ഓരോ മോളും പിന്നെ അവിടെ തന്നെ ഫ്രഷപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ കളിക്കും. മാഷിന്റെ മോൻ എല്ലാം പഠിച്ച് പ്രേമിക്കാൻ മാത്രം പഠിച്ചിരുന്നു പറഞ്ഞു. ഞങ്ങൾ എല്ലാം കൊണ്ടത് ഗൈസ്, ഇത് മാത്രം ഞങ്ങൾ മറന്നു. കൈമുൾ മാഷ്. യെസ്. സോ ഞങ്ങൾ ചുമ്മാ ഇവിടുത്തെ ഒരു മോളിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഇതും പിന്നെ വേറൊന്നും എടുക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങളൊരു ഷീറ്റ് മാസ്കും കൂടെ എടുത്തു. എന്താണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്? തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കേ, carry on. ഓക്കെ ഗൈസ്, സോ നമ്മളിപ്പോൾ ഇവിടെ ഓറിയോൺ മാളില് KFCയിലാണ്. സോ രാവിലെ ഒന്നും കഴിച്ചില്ല. സോ നമ്മൾ
നല്ല വിശപ്പുണ്ട്. Yeah. അധികം വ്ലോഗ് സമയമില്ല. ഞങ്ങൾ ഇച്ചിരി ടെൻഷനിലാണ്. ഓക്കെ, ഞങ്ങൾ ഇച്ചിരി ടെൻഷനിലാണ്. സോ അതുകൊണ്ട് ഇത് ഫുഡ് ശരി പറ്റുമോ എന്നൊരു ഡൗട്ടാണ്. നമ്മൾ കഴിക്കണം, നമ്മൾ ടെൻഷൻ കയറുമ്പോൾ കഴിക്കുന്നതാണ്. സോ ഇതാണ് ഞങ്ങളുടെ ഇതൊക്കെ ബ്രഞ്ച്. ഓക്കെ, സങ്കടകരമായ അപ്ഡേറ്റ് ഉണ്ട് ഗൈസ്. ഞങ്ങളുടെ ടിക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്ന് തോന്നുന്നു. നമുക്ക് ഭയങ്കര സങ്കടം, ഫുൾ സങ്കടം എന്ന് വെച്ചാല് ഒരു ഒരു ദേഷ്യമൊക്കെ വരുന്നു ഭയങ്കരമായിട്ട്. പ്രതീക്ഷ നമ്മള് വന്നേ, ബട്ട് സ്റ്റിൽ അങ്ങനെയാണ് ഇതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ബാക്കി പ്ലാൻസ് പോകും. അതല്ലെങ്കിൽ നമ്മൾ വേറെ വഴിക്ക് ഏതാണ് വേറെ വഴി എന്ന് നമ്മൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ ചെന്നിട്ട്. ഓക്കെ, നല്ല റോഡ്സ് ഒക്കെയാണ് ഗൈസ്, ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സന്തോഷിക്കുകയാണ്. അതെ അതെ അതെ, തിരക്കുള്ള റോഡാണ്, ഫുൾ ബ്ലോക്ക് അത് പറഞ്ഞാലും നല്ല റോഡ്സ് ಅಲ್ಲೇ ಮഴಕಾಲ ತೋರುന്നുണ്ടോ ಅದು എനിക്ക് മാത്രമാണോ ഫീൽ ചെയ്യുന്നത്? ಈ ಕಡೆ ಹೋದ್ರೆ ಈ ಕಡೆ ಕಾರ್ಗಳಂಗಣ ಹೋಗ್ತವೆ, ನೀನು ಎಳೆದು ಬಿಡ್ತೀಯಾ ಅವೆಂಗೆ ಹೋಗ್ತಾವೆ ಗಾಡಿಗಳು? നമ്മുടെ സിറ്റുവേഷൻസ് 5-10 മിനിറ്റ് മാറി മാറി വരുമ്പോൾ ഇങ്ങനെ തോറ്റായിട്ടും പോലെ മാറി വരികയാണ്. ഞങ്ങളുടെ എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു? എത്ര മനസ്സിലാവും? മറ്റേ ഇങ്ങനെയാ വേറൊരു ഭയങ്കര ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് നമ്മള് ആ ഒരു ഓട്ടോയില് സംഭവം കട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതാണ് കബൻ പാർക്ക്, നമ്മുടെ ബാംഗ്ലൂരിലൊരു മെയിൻ സ്പോട്ടാണ് കബൻ പാർക്ക്. ഇത് കുറേ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആണ്, കുറേ സ്ഥലങ്ങളുണ്ട്. സോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പിക്നിക് വൈബിലൊക്കെ ആൾക്കാരൊക്കെ നാട്ടൊക്കെ വരുന്നുണ്ട്. സോ പിക്നിക് വൈബിൽ നമുക്ക് വരാം. ഓക്കെ, പിന്നെ അതല്ലാതെ നമുക്ക് ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് അകത്തേക്ക് പോകുമ്പോ. ഇപ്പൊ നമ്മളിപ്പോ കബൻ പാർക്കിന്റെ ഒരു ഗേറ്റ് കൂടെ ഇഷ്ടംപോലെ എന്നെ കാണിക്കും ഇത്ര വലിയ പൂവിടത്തൊക്കെ ഓക്കെ. അപ്പൊ ഇത് ഭയങ്കര വാസ്റ്റ് ഏരിയ ആണ്. ഇതിനകത്ത് കുറെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനല്ല, കുറെ ആക്ടിവിറ്റീസ്, ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, ലൈബ്രറി ഉണ്ട്. സീരിയസ്ലി ഒരു ഫോട്ടോജനിക് ലൈബ്രറി തന്നെ ഉണ്ട്. സോ അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു ഗേറ്റ് കൂടെ വന്നു, നമ്മളിപ്പോ നമ്മൾ ഊബർ ഇറങ്ങി ഈ ഗേറ്റിനോട് വന്നു. ഇവിടെ നമുക്ക് ഒത്തിരി പോകാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഒരു സാധനം ഓൺ ദ വേ. അപ്പൊ ആ സാധനം കിട്ടിയോ കിട്ടിയില്ല ആ ഒരു അവസ്ഥയാണ്. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയെന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂറായിട്ട് 5 മിനിറ്റ് ഇടവിട്ട് ഞങ്ങളുടെ മൂഡ് സന്തോഷം. അതെ, നമ്മളൊരു ലൈറ്റ് ബൾബ് ഇങ്ങനെ മിന്നുന്നു കിടുന്നു ഒരു പട്ടി ഇൻഡിക്കേറ്റർ സൈഡ് ബസ് ആ ഒരു അവസ്ഥയാണ്. നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് നമ്മൾ ഓക്കെ കിട്ടി എന്നൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇല്ലാതാണ്. പിന്നെയും ഓക്കെ ഇല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും അതെ കഥയല്ല കറക്റ്റ് അത് തന്നെയാണ് അവസ്ഥ. പക്ഷെ നമുക്ക് ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. M in the May stands for manifestation. ഏറ്റവും മുന്നേ എല്ലാവിധ നന്ദികളും ആശംസകളും നേരുന്നു. നോ വേ. അപ്പൊ അത് ആരോടൊക്കെ നന്ദി പറഞ്ഞത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറയാം. അല്ലേ കുറെ കട്ട് ചെയ്ത് കളയും. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് വരാൻ പോലും അറിയാത്ത ആൾക്കാരെ That's a completely utter nonsense. അനിയനായിട്ട് രണ്ടുപേരുടെ കൂടെ കൂടി രണ്ടുപേരുടെ കൂടെ കൂടി ഞങ്ങൾ അവര് മാമൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ KFC ഇറങ്ങും, അവര് രാവിലെ ഊബറിലെ വരവ് നടക്കും. ഊബർ ഓട്ടോമല്ല, ഊബർ കാർ. അതെല്ലാം ഞങ്ങൾ സാധിച്ചു കൊടുത്തിട്ട് കുഞ്ഞുമാവയ്ക്ക് പൈസയും കൂടെ കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പറഞ്ഞു വിടാം. അതെ, പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വേൾഡിലേക്ക് പോകും. ഞാനേ കുഞ്ഞുമാവി ഞങ്ങളുടെ കൂടെ, എന്നിട്ട് ഞങ്ങൾ നാളെ കൊച്ചിന് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെ കുട്ടിക്കൊണ്ട് നടത്തും. അല്ല പിന്നെ ഓക്കെ ഗൈസ്, നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഇതൊക്കെ കറങ്ങി നടക്കും. പിന്നെ നമ്മൾ കുറച്ച് റീൽസ് എടുക്കാൻ പ്ലാൻസ് ഇല്ല, ബട്ട് പറ്റുവാണെങ്കിൽ എടുക്കും. അങ്ങനെ
ഒളിച്ചോടി പോയി. സോ ഗൈസ്, ഹായ് ഗൈസ്. സോ ഞങ്ങള് ഈ പാർക്കിൽ നിന്ന് പുറത്തേക്ക് മന്ദം ഇറങ്ങുകയാണ്. 5 minutes away from the dream. Oh, 5 minutes away from the dream. yeah. Yes. So ഇത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ പുറകെ കാണിക്കുന്നതായിരിക്കും. വി ആർ റിയലി എക്സൈറ്റഡ് ടു ഷോ യു ഗൈസ് ഓൾ ദിസ് തിങ്സ്. മെയിനായിട്ട് ഈ ബ്ലോഗ് എടുക്കുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്, ഞങ്ങളുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന കുറെ, അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. Toodles, bye. ഇതാക്കില്ല. ടിക്കറ്റ് കിടക്കുക. Oh my god. No words to say. കുറേ കാര്യങ്ങളോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ത് ദൈവമേ, ടു ഡ്രമാറ്റിക്. Sorry, we can't. എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഞങ്ങൾ ആദ്യം ഈ മൊമെന്റിലൊന്ന് ഞങ്ങളായിട്ടൊന്ന് അതെ accept ചെയ്യുന്നില്ല. ഈ ഒരു പോർഷൻ ഓഫ് വീഡിയോ will be really weird or awkward or cringe for you guys, because you have no idea. നമ്മൾ എത്ര ടെൻസ്ഡ് ആയി, കൺഫ്യൂസ്ഡ് ആയി. നമ്മൾ ഇതുവരെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. It's 4 o'clock guys. ഞങ്ങള് എത്ര മണിക്കൂറായി ഈ ഒരു ടെൻഷനിലാണെന്ന് എനിക്കറിയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത്രയും ടെൻസ്ഡ് ആയിട്ട് ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ആകാംക്ഷയോടെ കാമായിട്ട് കണ്ണിൽ എന്നെ ഒളിച്ച് ഒരാൾക്ക് വേണ്ടി നിന്നേ വരാം. Okay guys, so this is our room. Sarva, how's your stay for one day? Bro, How's fine. ഇതെന്റെ ആദ്യത്തെ ഹോട്ടൽ ഹണ്ടിലെ സക്സസ്ഫുൾ ഒരു ഹോട്ടൽ ഹണ്ട്. ഇവൻ ഇവിടെ ഇന്ന് സ്റ്റേ ഇല്ല. ഇവൻ ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് 450 minutes വേണ്ടി മാത്രമാണ് കയറിയേക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സ്റ്റേ. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു വ്യൂ പോലെ ഉണ്ട്. ഓക്കെ, നമ്മൾ അധികം നേരം സ്റ്റേ ഒന്നും ചെയ്യുന്നില്ല. സോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രയധികം പോലും ആവശ്യകത ഇല്ല ആക്ച്വലി. സോ ഇവിടെ ഒരു ഡ്രയറൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഒരു സെപ്പറേറ്റ് നമുക്കൊരു വാഷ് ഏരിയ ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്കൊരു സമാധാനത്തിൽ ഒന്ന് വിശ്രമിക്കാൻ ഒരു സാധനം. നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുന്നുമില്ല. ഒരു പാതിരാത്രി ഞാൻ വരുമ്പോ ഓക്കെ. സോ അതെ, എല്ലാം പിന്നീട് പറയാം. നമുക്ക് ആദ്യം റിവീൽ ചെയ്യണ്ടേ? നമ്മള് നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡ്രമാറ്റിക് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം ഡീറ്റെയിൽസ് പിന്നെ പറയുന്നതായിരിക്കും. ഈ സാധനം നമ്മുടെ കയ്യിലൊന്ന് കിട്ടാൻ നമ്മൾ പെട്ട പാട്. ഓ മൈ ഗോഡ്, അതെ ഭയങ്കരമായിട്ട്. ഇതിന് പുറകിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത 2 മെയിൻ ആൾക്കാരുണ്ട്. അവരെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. അവർ 2 പേരും ഇല്ലായിരുന്നു നമുക്ക് പറ്റില്ലായിരുന്നു. ഒന്ന് വൈശാഖ് ബ്രോ, പിന്നെ ഒന്ന് അശ്വിൻ ബ്രോ. വൈശാഖ് ബ്രോ ത്രൂ ആണ് നമ്മളിങ്ങനെ നമുക്ക് സംഭവം കിട്ടുമെന്നൊരു സാധ്യതയ്ക്ക് എത്തിയതും പ്രതീക്ഷയിലേക്ക് എത്തിയതും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്തതും ഇവിടുന്ന് നമുക്ക് ഇതെല്ലാം നമ്മളെക്കാട്ടി കൂടുതൽ പ്രസ്റ്റീജ് ഇഷ്യൂസ് ആയിട്ട് എടുത്തിട്ടുള്ള 2 പേരായിരുന്നു അശ്വിൻ ബ്രോയും വൈശാഖ് ബ്രോയും. സോ അവർക്ക് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഉണ്ട്. സോ സാധനം എന്താണെന്ന് കാണിക്കാം. ഇതെനിക്ക് സത്യം പറഞ്ഞാല് ഇത് ആ ഒരു സ്റ്റേഡിയത്തിന്റെ സെക്യൂരിറ്റിയെ കാണിച്ച് അവര് ഓക്കെ പറയുന്നവരെ എനിക്ക് ടെൻഷനാണ്. സംഭവം മനസ്സിലായല്ലോ, ഇതാണ് കിട്ടി. ഇത് സത്യമാണെങ്കിൽ അല്ലേ, ഇത് വാലിഡ് ആണെങ്കിൽ അല്ലേ ഞങ്ങൾക്ക് ഈ സാധനം കൈ കിട്ടിയതാണ്. സോ എടുത്തോ. അപ്പൊ ഇത് നമ്മുടെ IPL 2 ടിക്കറ്റ്സ് ആണ്. സോ നമുക്ക് കിട്ടിയ ടിക്കറ്റ്സിന്റെ വേറൊരു പ്രത്യേകത എല്ലാം ഡെലിവറി ആയതുകൊണ്ട് പറയും.
17 and 18 ആണ് നമ്മുടെ സീറ്റ് നമ്പേഴ്സ്. സോ 17 ഫോർ എബി ഡിവിലിയേഴ്സ്, 18 കാണാനാണ് നമ്മൾ വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയാം. സോ വൺ ആൻഡ് ഓൺലി വിരാട് കോഹ്ലി. സോ വിരാട് കോഹ്ലിക്ക് വേണ്ടി നമുക്ക് 18 ഉണ്ട്. ബിസ്കോട്ടി അതിന് വേണ്ടി എബി ഡിവിലിയേഴ്സ് 17, 18 ഉണ്ട്. ഓൾസോ നമ്മൾ മാച്ച് കാണാൻ വന്നത് 17th നമ്മൾ ബാംഗ്ലൂർ ഉള്ളത് 17th, 18th ആണ്. സോ May 17th and 18th. Also May for my birthday. എന്റെ birthday gift, guys. Thank you. And also, ഇത് ഏത് ഗേറ്റ് കൂടെ ഉള്ളത്? 7 നമ്മുടെ ഗേറ്റ് കൂടെ പോകുന്നത് 7th ഗേറ്റ് കൂടെ. 7 ആരാണ്? നമ്മൾ നേരത്തെ വീഡിയോ പെട്ടെന്ന് കട്ട് ചെയ്തു. നമ്മളിപ്പോ റെഡി നടക്കുകയാണ്. പേടിക്കണ്ട guys, ചീത്ത വിളിക്കണ്ട, വൈറ്റ് കയ്യിലുണ്ട്. അതെ, വൈറ്റ് കയ്യിലുണ്ട്. ഓക്കെ, ഞങ്ങളപ്പോ ഞങ്ങളുടെ സ്റ്റേന്ന് ചിക്കസ്വാമി സ്റ്റേഡിയത്തിലോട്ട് ഓടുകയാണ്. എല്ലാം വളരെ ഡ്രമാറ്റിക് ആയിട്ട് അധികം സമയം ഇല്ലാത്തതുകൊണ്ട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതെ, നമ്മൾ ചിക്കസ്വാമി സ്റ്റേഡിയത്തിന്റെ ലൈറ്റ്സ് കണ്ടു. കാണിക്കാം. Finally, we are reaching, guys. Reaching. അപ്പുറത്ത് ക്രോസ് ചെയ്താലായി. ആഫ്റ്റർ ലോട്ട് ഓഫ് സെക്യൂരിറ്റി ചെക്സ് ഞങ്ങൾ ഇവിടെ വരെ എത്തി. ദെൻ ഇപ്പോൾ ചെക്കിംഗ് ആണ്. ഓക്കെ, still cannot believe it's happening finally. Okay ആണോ? ഇതുണ്ട്. ഓക്കെ, വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിനകത്ത് കയറി എന്നുള്ളത്. ഇത് എല്ലാം കുറെ സെക്യൂരിറ്റി ചെക്സ് ഒക്കെ കഴിഞ്ഞ ടിക്കറ്റ്സ് ഹാഫ് കയറി എടുത്തത് കഴിഞ്ഞ് തന്നു. ഇതിനകത്ത് ഒന്നും കഴിച്ചില്ല. സോ ഒരു ബർഗർ കഴിച്ചിട്ട് കയറാറുള്ള ഇതിനുള്ള ബർഗർ ഷോപ്പ് നിൽക്കാനുണ്ട് ഇതിനകത്തുള്ള. നമ്മൾ ഇവിടെ വന്നു. പക്ഷെ പിന്നെയും നമുക്ക് സ്ട്രഗിൾസ്. മഴ 7:30 വരെ ഈ മഴ ഇങ്ങനെ നിന്നാൽ. പക്ഷേ സ്റ്റേഡിയത്തിൽ മഴ കാണാൻ ഭംഗിയുണ്ടല്ലേ? സ്റ്റേഡിയത്തിൽ മഴ കാണാൻ ഭംഗിയുണ്ട് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് സ്റ്റിൽ ഇത് മാറാൻ പ്രാർത്ഥിക്കുക. മാറും, ഉറപ്പായിട്ട് മാറും. വിരാട് കോഹ്ലി കളിക്കുന്നത് കാണാൻ പറ്റും. അത്രേ. ഭയങ്കര മഴ. ഞങ്ങൾ എല്ലാ സ്ട്രഗിൾസും അതിജീവിച്ച് ഇവിടം വരെ എത്തിയപ്പോ താണ്ട് നെക്സ്റ്റ് മഴ. ഏഴരക്കാനുള്ള മാച്ച് 6:45 ആയിട്ടുള്ളൂ. പ്രതീക്ഷിച്ച ഹോപ്പ് ലൈക്ക് ഈ ഒരു സ്റ്റേഡിയത്തിന്റെ ആംബിയൻസ് കൊള്ളാം. ഞങ്ങൾ നേരത്തെ കയറി, മഴ പെയ്യുന്നതിന് മുന്നേ കയറിയത് കൊണ്ട് ഞങ്ങൾ ഓൾറെഡി കുറെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചത് കൊണ്ടും എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പം മഴ ആയതുകൊണ്ടുള്ള ഒരു സീൻ മാത്രം. ആ മഴ എങ്ങനെയെങ്കിലും തോരുമെന്നാണ് എന്റെ പ്രത്യാശ. പിന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ട്രെയിനിങ് സിസ്റ്റം ഭയങ്കര അടിപൊളിയാണ് കേട്ടിട്ടുണ്ട്. സോ ഇന്നറിയാം അത് നേരിട്ട്. ഇത് ഈ മഴയ്ക്കകത്ത് ഈ മഴ ഒരു 7 മണിയാവുമ്പം കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. പിന്നെ പെട്ടെന്നായിരിക്കും ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ 7:30 തന്നെ മാച്ച് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് എന്റെ പ്രത്യാശ. ഒരു മെഴുകുതിരി നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാതാവേ എല്ലാം നടക്കും, എല്ലാം സെറ്റ് ആവും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ് ആൻഡ് മിറക്കിൾസ്. അതാണ്, ഞങ്ങൾ എന്തായാലും മഴയ്ക്ക് മുന്നേ കയറിയത് കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവരുടെ കളി കാണണം. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വന്നത് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്ത് ജസ്റ്റ് കണ്ടിട്ട് പോകാൻ വേണ്ടിയാണല്ലോ.
ഈ അപ്സ് ആൻഡ് ഡൗൺ ഇത്രയും അപ്സ് ആൻഡ് ഡൗൺ അടുത്തൊരു വീഡിയോ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. എനിവേ ഇത് ഞങ്ങളുടെ ഒരു വലിയ ഡൗണിലാണ്. അതെ, ഇത് ഇപ്പോഴും വ്ലോഗ് ആയിട്ട് ഇറക്കുമ്പോ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. എന്തോരം കിട്ടുമോ കിട്ടില്ലയോ, ടിക്കറ്റ് കിട്ടുമോ കിട്ടില്ലയോ. ലാസ്റ്റ് ഫൈനൽ ടിക്കറ്റ് കയ്യിൽ കിട്ടി, എത്തി കഴിഞ്ഞപ്പോഴാണ് മഴ കുറയുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി ഒന്ന് നിൽക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു മെഴുതിലൊക്കെ നേരത്തെ ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ വിശ്വസിച്ചിരിക്കുന്നു. Thank you so much. That shows nothing but your strong spirit towards the game and towards RCB. Like they say, thank you. Please make sure you make way for everybody possible. Take care of all the things small your belongings. അല്ല ഗൈസ്, എനിക്കറിയത്തില്ല എന്താണ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ആക്ച്വലി നമ്മള് ഈ ഒരു വ്ലോഗ് ഞാൻ ഇടുമ്പോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഡൗട്ട് ഇടണം അല്ലേ? കാരണം അപ്പ് ആൻഡ് ഡൗൺ നമ്മുടെ ഹാപ്പി പാർട്ട് മാത്രം എല്ലാവരും കാണിക്കും. അല്ലെങ്കിൽ മാത്രമല്ല നമ്മുടെ റിയൽ ആയിട്ട് കാണിക്കണ്ടേ ഇന്നത്തെ ദിവസം full of roller coaster. യെസ്, ഒരു മലയാളി ഗൈസ്, ഒരു മലയാളി. ഓക്കെ സോ റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ വീഡിയോ ഒക്കെ ഇത് എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ എനിക്കത് മനസ്സിലാവും എന്തുമാത്രം റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ സംഭവം അത്രയുള്ളൂ. നമ്മൾ മാച്ച് കാണാൻ പോയി, നമുക്ക് മാച്ചിന്റെ ടിക്കറ്റ്സ് കിട്ടുമോ ഇല്ലയോ എന്ന് ഭയങ്കര അൺസർട്ടൈൻ ഒരു സിറ്റുവേഷനാണ് നമ്മൾ വന്നത്. സോ അപ്പൊ നമുക്ക് അത് ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ആ ടിക്കറ്റ്സ് കിട്ടിയത്. സോ അത് കിട്ടാൻ വേണ്ടി ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തു. അതിനൊക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ്. നമ്മളത് കിട്ടി നമുക്ക് ലാസ്റ്റ്. സോ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ കയറി, നമ്മൾ സ്റ്റേഡിയത്തിൽ കയറി ഭയങ്കര ഹാപ്പി ആയിരുന്നു. സ്റ്റേഡിയത്തിൽ കയറിയപ്പോഴൊന്നും പ്രശ്നമില്ല, മഴ ഒന്നും സംഭവമില്ല. യു ക്യാൻ സീ ഇന്നിട്ട് നമുക്ക് തോന്നുന്നു നല്ല മഴയുണ്ട്. നല്ല മഴയുടെ ചാറ്റിലേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഉണ്ട്. സോ അപ്പോൾ മഴ നമ്മൾ കയറി പോകുന്നില്ലായിരുന്നു. സോ അപ്പോൾ നമ്മൾ കുറേ നല്ല പിക്സ് ആൻഡ് വീഡിയോസ് ഒക്കെ ആദ്യമേ എടുത്തു വെച്ചു. സോ അതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഓക്കെ, നമുക്ക് ഹാപ്പി, നല്ല മാച്ച് കാണാം എന്നൊരു ഇതിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആക്ച്വലി ഇതെല്ലാം റെക്കോർഡ് ആവുന്നുണ്ട്. അല്ല, ആക്ച്വലി ഞാൻ ഓൾറെഡി ട്രെയിനിൽ വരുന്ന സമയത്തും
നമ്മൾ വീട്ടിലായ സമയത്തൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു മേബി മഴയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണെങ്കിൽ വണ്ടിക്കാർ നിർത്തി തർക്കുമ്പോൾ നമ്മളാണ് കൈ കാണിച്ച് നിർത്തി ചാടിക്കോളാം. അതാണ് ഞാൻ 1 മിനിറ്റ് വ്ളോഗിലൊന്ന് സംസാരം നിർത്തിയത്. ഓക്കെ, സോ അപ്പൊ മഴ എന്നൊരു പോസിബിലിറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ബാംഗ്ലൂർ വെതർ നോക്കി. കാരണം അത് നോക്കാനുള്ള കാരണം 2 days അതായത് നമ്മുടെ ടീം ആസ്വദിക്കാത്തുള്ളൊരു പ്ലെയർ ആണ് ടിം ഡേവിഡ്, ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. ടിം ഡേവിഡ് നമ്മുടെ ബാംഗ്ലൂരിലെ മഴയുടെ സമയത്ത് ആസിഫിയുടെ മാച്ച് ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പം ആ സമയത്ത് അവിടെ പിച്ചിലൊക്കെ എല്ലാം കവേഴ്സ് വെച്ചേക്കുമായിരുന്നു. സോ അപ്പൊ മഴ പെയ്തപ്പോ അവിടെ മൊത്തം വെള്ളമായിരുന്നല്ലോ. അപ്പൊ പുള്ളി ഇങ്ങനെ അവത്തിലേക്ക് ഇങ്ങനെ ഡൈവ് ചെയ്യുന്ന അതിലേക്ക് സ്വിം ഡേവിഡ് എന്നൊരു ക്യാപ്ഷൻ ഓൾറെഡി അടിച്ചേക്ക് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഔട്ട് ഓഫ് നോവർ അല്ല, ഭയങ്കര ഒരു യാദൃശ്ചികമായ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനെ കുറിച്ച് ജസ്റ്റ് മാച്ച് അബാൻഡൻ ചെയ്തു എന്ന് അറിയാറായി. ഞങ്ങള് താഴേക്ക് ഇറങ്ങി വന്നപ്പോ ഞാൻ എവിടെ പറഞ്ഞു ഡേവിഡിനെങ്കിലും കാണുമായിരുന്നു. പുള്ളിയുടെ ഒരു ഡേവിഡിനെ കാണണം, അയാളുടെ ഒരു സിനിമയിലും കാണിക്കുമായിരുന്നെങ്കിൽ അത്രയും കൂടെ നമുക്ക് വർത്തായി എന്ന് പറഞ്ഞ് നാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കിടന്ന് പറയണു. അവിടെ നല്ല വലിയൊരു അനൗൺസ്മെന്റ് ആയിട്ട് പറഞ്ഞു, ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തു സ്വിം ഡേവിഡിനെ പൊട്ടി കരഞ്ഞോണ്ടിരുന്നത് ആ വീഡിയോ കാര്യമാണ്. ഡേവിഡ് ഡേവിഡ് എന്ന് പറയുന്നത് let's cheer for him. He's not Tim David anymore. He's Swim David Namagoskara. So when I say swim, you say David. Swim! Swim! അത്രയും കരഞ്ഞോണ്ടിരുന്ന സമയത്ത് ആ ഒരു ടൈമിൽ പെട്ടെന്നൊരു മരുഭൂമിയിൽ മഴ മഴ എന്ന് പറയുന്നത് നൊസ്റ്റാൾജിക് ആണ്. അതെ, എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഈ മഴ പെയ്യുമ്പോൾ എന്റെ ആസിഫി വാച്ച് കൊളാക്കിയുള്ളതാണ്. അത് ബാംഗ്ലൂരിൽ കേരളത്തിൽ മഴ പെയ്യുമ്പോൾ വിരോധമില്ല, പക്ഷെ ബാംഗ്ലൂരിൽ മഴ പെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. സോ എനിക്ക് തോന്നുന്നു ആർബിസി കഴിയുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റുന്നില്ല. ഞാൻ കരുതുന്നത് ഞാൻ ആരെയും കാണിക്കില്ല, എനിക്കറിയത്തില്ല. ഇനി ഇത് കാണുന്ന എന്നെ കളിയാക്കാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുന്ന എന്റെ ഉറ്റ സുഹൃത്തുക്കളോട് ഒരു വാക്ക് മാത്രം, കാരണം വെച്ചാല് നിങ്ങൾക്കൊന്നും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അകത്ത് കയറാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ ഭയങ്കര ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് എന്താ എന്റെ ഇൻസ്റ്റഗ്രാം ഫീഡില് അങ്ങനെ ആരും ഒരു IPL മാച്ച് കാണാൻ പോയതായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല. ലൈക്ക് ഒരു എവിടെ ഇപ്പൊ ബാംഗ്ലൂരിൽ മാത്രമല്ല ഏത് ടീമിലെ ഫാൻസ് ആണെങ്കിലും അങ്ങനെ ഒരു IPL മാച്ച് സ്റ്റേഡിയത്തിൽ പോയി കണ്ടതിന്റെ ഒരു പോസ്റ്റോ വീഡിയോ അങ്ങനെയൊന്നും ഞാൻ അവിടെ കണ്ടില്ല. മേ ബി ഉണ്ടായിരിക്കും, പക്ഷെ എന്റെ ഇൻസ്റ്റഗ്രാം ആ ഒരു ഫീൽ ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പം ഇപ്രാവശ്യം ഇന്നത്തെ മാച്ചിന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ 2 girls we can literally see നമ്മൾ 2 പേര് മാത്രം. ആക്ച്വലി ഇത് മുക്കളയും കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അവന് അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഇത് മൊമെന്റ് ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. പകൽ എന്റെ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞാലും രാത്രി ഞങ്ങൾ 2 പേര് മാത്രം തിരിച്ച് നടക്കുന്ന കേട്ടോ ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. ഞങ്ങൾ ഇങ്ങോട്ട് നടന്നാണ് ഓക്കെ. അപ്പൊ നമ്മള് എന്താ അപ്പൊ നമുക്ക് ആ മാച്ച് അബാൻഡൻ ആയെന്ന് പറഞ്ഞ് നമുക്ക് സങ്കടം ഉണ്ട്, നല്ലതുപോലെ ഉണ്ട് സങ്കടം. ഞങ്ങൾ അവിടെ കരഞ്ഞു, നമുക്ക് ആ ഒരു മൊമെന്റ് നമ്മൾ കുറെ കരയൊക്കെ ചെയ്തു. പക്ഷേ നമ്മൾ അറ്റ് ലാസ്റ്റ് ചിന്തിക്കുക നമുക്ക് ഇത്രയും ഒരു ഭാഗ്യം കിട്ടിയല്ലോ ആ ഒരു ഇതില് വേറൊരു സംഭവം ഉണ്ട്. അത് അടി ബ്ലോഗ് കാണുന്ന 1-2 പേർക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലേ? നന്നായി അങ്ങോട്ടല്ലേ മലയാളികൾ പറയുന്നത്
സോറി ഗൈസ്, മലയാളികളോട് നമുക്ക് പ്രത്യേകം ഒരു ചായ ഉള്ളതുകൊണ്ട് മലയാളീസിന് പറയുന്നു. നമ്മളെ ഹോട്ടലിൽ കേട്ടു ഇങ്ങനെ ഈ കോളത്തിൽ ഹോട്ടലിൽ കേൾക്കാൻ അയ്യോ നോക്കില്ല. ഓക്കെ, ഇവിടെ ഇടയ്ക്ക് ഡയലോഗ് പറഞ്ഞു. സോ ഇത് നമ്മുടെ ജീവിതത്തിലായിട്ട് വേഴ്സ്റ്റ് ഡേ ആണല്ലോ. അത് നിങ്ങളായിട്ട് ഒരു 2 സെക്കൻഡ് തിരുത്തി. സോറി, വേഴ്സ്റ്റ് മൊമെന്റ് മാത്രമാണ് അത്. ഇന്നും പക്ഷേ നമ്മൾ കുറെ ടെൻഷൻ അടിച്ചു, കുറെ കൺഫ്യൂസ്ഡ് ആയി, കുറെ നമുക്ക് എന്തോ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് വേറൊരു മോഡായിരുന്നു. ഭയങ്കര വേറൊരു മോഡായിരുന്നു നമ്മുടെ. സോ അത് അങ്ങനെ വന്നതിൽ നിന്നും പക്ഷെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കും. ഈ ഒരു മൊമെന്റ് വരും ഭയങ്കര നല്ല രസമായിട്ട് പോകുന്നു. നാളെ നമുക്കിത് സെറ്റ് ഉണ്ട്. നമ്മളിനി ചെന്ന് ഹോട്ടലിൽ നമ്മുടെ റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറെ നേരം ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി കഴിയുമായിരിക്കും. അതെ, പിന്നെ ഇവളാണ് സാധാരണ ഇമോഷണൽ ആകുന്ന കുട്ടികളുടെ സേവ. പക്ഷെ ഇന്നത്തെ ഇമോഷണൽ ആവാനുള്ള ചാൻസ് ഇവർക്ക് കൊടുക്കില്ല. കാരണം ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ആണ്. ഞാൻ വൾനറബിൾ ആവാതെ ഡൗൺ ആവാതെ നോക്കാനുള്ളൂ. ബിക്കോസ് ഷീ നോസ് ഈ വീഡിയോ കാണുന്ന അറിയാം. ഈ വീഡിയോ കാണുന്ന നമ്മൾ എത്ര ക്ലാസ് ആൾക്കാരായിരിക്കുമല്ലോ മേ ബി. അത് അറിയാം. അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയാം. ഞാൻ ഭയങ്കര ഡൈഹാർഡ് ആസിഫി ഫാനാണ്. കുഞ്ഞു നാളുകൾ അപ്പൊ എനിക്ക് ആക്ച്വലി ആസിഫിയോട് ഇത്ര ഇഷ്ടം വരാനുള്ള വേദക്കാരെ വിരാട് കോഹ്ലി ആണെങ്കിലും അതിന്റെ സൈഡ് റീസൺ ഈ ഒരു അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾ, എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് ആർ സി ബി അല്ലെങ്കിൽ വിരാട് കോഹ്ലി അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് അത്രയും ഇതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഭയങ്കര. ഹായ് ഗൈസ്, സോ നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. യെസ്, സോ ഇന്ന് നമ്മൾ നമ്മുടേതായിട്ടുള്ള സങ്കടങ്ങൾ പറഞ്ഞ് കരഞ്ഞു തീർക്കട്ടെ. നാളെ ഒരു ബ്രാൻഡ് ന്യൂ ബാംഗ്ലൂർ വിസിറ്റ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. ചെറുതായിട്ട് നമ്മുടെ ഫോൺ നമ്മുടെ വീഡിയോ ഓഫ് ആയി പോയി. അപ്പോൾ ഓഫ് ആയി പോയപ്പോഴേ നമ്മൾ പിന്നെ കറക്റ്റ് ഹോട്ടലിന്റെ ഫ്രണ്ട് വന്നപ്പോഴാണ് നമ്മൾ ഹോട്ടലിന്റെ ഫ്രണ്ട് വന്നല്ലോ ചുമ്മാ നോക്കിയപ്പോഴാണ് കണ്ടത്. സോ ഞങ്ങൾ വിചാരിച്ചത് തിരിച്ച് കയറി വന്നിട്ട് ബാക്കി പറയാം. റൈറ്റ് നൗ എന്റെ വലിയൊരു സങ്കടം പോയിട്ടോ. കാരണം ഞാൻ സ്റ്റേഡിയത്തിൽ ചേർത്ത് ഞാൻ തകർന്നു പോകും തിരിച്ചു വന്നു കഴിയുമ്പോഴാണ്. ബട്ട് റൈറ്റ് നൗ ഓക്കെ. കാരണം ആ ഒരു വോക്ക് ഭയങ്കര നൈസ് ആയിരുന്നു. ഭയങ്കര നൈസ് ആയിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാമെന്ന് അറിയില്ല. അത് ഞാനിപ്പോ നോക്കിയിട്ട് ഏകദേശം 10-12 മിനിറ്റ്സോളം ഉണ്ട് ആ ഒരു അത്ര ഒറ്റ സ്ട്രെച്ചില്. സോ അത് കട്ടിയില്ല ഗൈസ്. നിങ്ങൾ കാണാമെങ്കിൽ നിങ്ങൾ കാണും. ഞങ്ങൾ ചുമ്മാ അത്രേ ഉള്ളൂ. അത് പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ആൾക്കാർ മാത്രം, അത് കുറച്ചുകൂടെ ആൾക്കാർ കാണും. ഞാൻ ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബ് ലിങ്ക് കൊടുക്കും. യൂട്യൂബ് അത് ഞാനിത് പബ്ലിക്കായിട്ട് ഇടാൻ ഓർത്ത് ചെയ്യുന്നതല്ല, ഒരു പ്രൈവറ്റ് ആയിട്ട് ഇടാൻ ഓർത്ത് ചെയ്യുന്നതാണ്. പക്ഷേ മേ ബി ഞാനിത് പബ്ലിക്കായിട്ട് ഇടും. കാണുന്നൊരു കണ്ട കാരണം യൂട്യൂബ് ഞാൻ വെറുതെ നോക്കി കൈൻഡ് ഓഫ് ഈ ആർസിബിയുടെ മാച്ച് കാണാൻ പോകുന്നത് കേരള എന്നുള്ളതുണ്ടോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളത് പോലും ഇല്ല. 3-4 വർഷം മുമ്പുള്ള ഏത് ബംഗാളി ചേട്ടനാണ് ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പൊ പുള്ളിയാണെങ്കിൽ ഹൈ ഫ്രാൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഹൈ ഫ്രാൻസ് ഒക്കെ പറഞ്ഞ വീഡിയോ ഞാൻ ഫുൾ ഇത് കണ്ടു. ഇത് ഞങ്ങളുടെ ഒരു ഫെയിൽഡ് IPL മാച്ച്. ഓക്കെ, നിങ്ങൾ ഫെയിൽഡ് ആയിട്ട് തന്നെ കണ്ടോളൂ. ഫെയിൽഡ് IPL മാച്ചിന്റെ വീഡിയോ ആയിരിക്കും. ബട്ട് വി പ്രോമിസ് യു ഒരു മാച്ച് ഞങ്ങള് ആർസിബിയുടെ ഒരു മാച്ച് അല്ലെങ്കിൽ ആയിക്കോട്ടെ ആർസിബിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഒരു മാച്ച് ഞങ്ങൾ കണ്ടിരിക്കും. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കും. അത് ഞങ്ങളുടെ ഈ ചാനലിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കും. ചാനൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല, ചാനൽ ഉണ്ടാക്കും, ഞങ്ങൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കും. ഇപ്പൊ കുറച്ച് ഹൈ ആയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. സന്തോഷമാണ്. പക്ഷേ ഞാൻ ഇത് നമുക്കൊരു എന്തോ ഓക്കെ എങ്ങനെയൊക്കെയാണ് എന്നൊരു കാര്യം ഒരു സംഭവം കിട്ടി. സത്യം പറഞ്ഞാൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ വേണ്ടി പോയി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ വേണ്ടി പോയപ്പോൾ സ്റ്റേഡിയത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടും. അതാണ് നമുക്ക് പാക്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഒക്കെ ആണല്ലോ. സോ ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചാൽ നമുക്ക് കൂടുതൽ ഫുട്ബോളിനെക്കാട്ടിലും ക്രിക്കറ്റ് ആണ് നമുക്ക് താല്പര്യം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അപ്പൊ ക്രിക്കറ്റ് നോളജ് ആണ് കുറച്ചുകൂടെ കൂടുതൽ. സോ അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു സ്റ്റേഡിയത്തിൽ അപ്പം നമ്മൾ ആ മാച്ച് എൻജോയ് ചെയ്തു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം നമ്മൾ കൊച്ചി ഗ്യാങ് ആയിരുന്നു, TCS ഗ്യാങ്ങിലൂടെ പോയത്. അവിടെ അപ്പൊ TCS ഗ്യാങ്ങിലൂടെയാണ് പോയത്. അത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ പോയിട്ട് ലൈക്ക് അത് പൊട്ടി അവിടെ തൊട്ടി ഞങ്ങൾ ജയിക്കുന്ന ശേഷം മാച്ച് ലൈക്ക് നമുക്ക് മറ്റേ കാക്കിക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറഞ്ഞതല്ലേ നമ്മുടെ കപ്പുണ്ടോ ഇല്ലയോ. അല്ല അപ്പൊ ഓൾറെഡി പറയാം. പിന്നെ കപ്പിലല്ല നിങ്ങൾ എന്തിനാ IPL കളിക്കുന്ന ചോദ്യം വരും. ശരിയാണ്, നമ്മൾ ട്രൈ ചെയ്ത് തോറ്റു. അതിന് അങ്ങനെ ട്രൈ ചെയ്ത് തോറ്റെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം അല്ല ഒരിക്കലും ഇല്ല. നമ്മൾ ഇപ്പൊ അപ്പ കാണുന്നവരെ അപ്പ കളിക്കുന്ന ആൾക്കാരല്ല നമ്മൾ. അല്ലെങ്കിൽ 1-2 കൂടുതലുണ്ടെന്ന് അല്ല നമ്മൾ പക്ഷെ ഒരിക്കലും നമ്മള് IPL ടീംസ് മാത്രമല്ല ഒരു അങ്ങനെ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ ആണെങ്കിലും അങ്ങോട്ടുള്ള ഫാൻസ് ആവും. ഇപ്പൊ പേഴ്സണലി ഞാൻ വിരാട് കോഹ്ലി ഫാനാണ്. ഇവളും കൂടുതൽ വിരാട് കോഹ്ലി ഫാനാണ്. കാരണം ബാക്കിയുള്ള പ്ലേയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. സോ പക്ഷേ എന്നാൽ ഞാനൊരു രോഹിത് ഫാനോടാണ്. നമുക്ക് എല്ലാ ഇന്ത്യൻ പ്ലേയേഴ്സിനാണ് ഓവർസീസ് പ്ലേയേഴ്സിനാണ് എല്ലാവരും നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എന്റെ അമ്മ IPL ആണ് ഇന്ത്യൻ പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താണ്. നീക്ക് എങ്ങനെ ഇത് കണ്ടോണ്ടിരിക്കുന്നത്? അതൊരു ഫൈറ്റ് അല്ല, അത് ആക്ച്വലി ഫാൻസ് ആണ് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അതിലൊന്നും ഒരു പ്രശ്നമില്ല. സോ അതാണ് എനിക്ക് എന്റെ വേറെ IPL ഫ്രാഞ്ചൈസിന്റെ ഫാൻസ്
ഫാൻസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്, ജഗ്ഡ ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ ജഗ്ഡ നമ്മൾ കോമഡിക്ക് വെക്കും. പക്ഷെ എന്ന് കരുതിയിട്ട് മറ്റുള്ള ടീമിലെ ആൾക്കാരെ ഒരുമാതിരി താറടച്ച് കാണിക്കുന്ന പോലത്തെ ഡയലോഗ്സ് പറയുന്ന ഫാൻസ്, ടോക്സിക് ഫാൻസിനോട് താല്പര്യമില്ല. അവര് ഒരു സ്റ്റെപ്പ് ഗോ ബാക്ക്. സോ അതുകൊണ്ട് കാരണം ഈ ഒരു വീഡിയോ നമ്മൾ RCB മാച്ച് കാണാൻ വരുന്നതിലുപരി ഒരു IPL മാച്ച് നേരിട്ട് കാണാൻ വരുന്നു എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഷൂട്ട് ചെയ്തത്. സോ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ IPL മാച്ച് അബാൻഡൻ ആയത് കാണാൻ വേണ്ടിയിട്ടാണോ ഇത്ര നേരം ഈ വ്ലോഗ് കണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതല്ല ഇവിടുത്തെ പോയിന്റ്. അതല്ല ഒരിക്കലും. നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നു, തൽക്കാലം എടുക്കുന്നു, ഒരു ബാംഗ്ലൂരിലേക്ക് വരുന്നു. അതും ആദ്യമായിട്ട് ഇവിടെ ഒരു വട്ടം വന്ന് പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇവളുടെ ഒരു ആന്റി ഇവിടെ ഉണ്ട്. സോ വന്നിട്ടുണ്ട്. പക്ഷെ ഇവരോട് ഞാൻ ചോദിച്ചു, ഇവർക്ക് എനിക്ക് ഇവിടുത്തെ ഒന്നും അറിയത്തില്ല. ഗ്രീൻ ലൈറ്റ് എന്താണ്, പർപ്പിൾ ലൈറ്റ് എന്താണ്, മെട്രോടെ പോലും അവര് ഇങ്ങനെ കൊണ്ടുപോകുന്നു, ഇങ്ങനെ കൊണ്ടുപോകുന്നു, അങ്ങനെയാണ്. സോ അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവളും റിയൽ ബാംഗ്ലൂർ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സോ അപ്പൊ ഇന്ന് അങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടി, ആ ഒരു എക്സ്പോഷർ കിട്ടി. എന്റെ ഫസ്റ്റ് ടൈം ആണ്. സോ അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം പെട്ടെന്ന് റിയാക്ഷൻ ഒത്തിരി പ്ലാൻ ചെയ്ത് നടക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ പെട്ടെന്ന് ക്യുക്കായിട്ട് തീരുമാനിക്കുന്ന ഡിസിഷൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ നമ്മൾ പെട്ടെന്ന് ട്രെയിൻ കയറി ഇവിടെ വന്നു, നമുക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ കുറെ നേരം കറങ്ങി, നമുക്ക് ടിക്കറ്റ് ഒപ്പിക്കാൻ നമ്മൾ കുറെ കഷ്ടപ്പെട്ടു. അതെത്താൻ വേണ്ട പാട് അത് നമ്മൾ നാളെ വിശദീകരിക്കുന്നതായിരിക്കും എങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് കൈ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. സോ അത് ആ സന്തോഷം നമ്മൾ കുറെ എക്സൈറ്റ്മെന്റ് ഒക്കെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇപ്പൊ നമ്മുടെ ഈ ഒരു മാച്ച് അബാൻഡൻ ചെയ്തിട്ടുള്ള കുറെ ഷോർട്സ് ക്ലിപ്സ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഒത്തിരി സങ്കടമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു മൊമെന്റ്സ് എല്ലാം ആ സങ്കടങ്ങൾ കുറെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു മൊമെന്റിൽ നമ്മളെ തന്നെ ഹോൾഡ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന കുറച്ച് മൊമെന്റ്സ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് വ്ളോഗിന്റെ ഒരു ഇതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ഒരു സ്റ്റേഡിയം ഫുള്ളി പാക്ഡ് ഓഫ് RCB ലവേഴ്സ്. സത്യം. പക്ഷെ മഴ എന്ന് പറഞ്ഞാലും ഇടയ്ക്ക് മറ്റേ ഒരു ലൈക്ക് ഒരു ഹോസ്റ്റ് ഭയങ്കര എനർജി കൊടുക്കാൻ വേണ്ടി ചാൻഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് മഴ നിന്നു. ഓക്കെ, നമ്മൾ ഒരു പോസിബിലിറ്റി കണ്ടു, മഴ മാറി മാച്ച് നടക്കും എന്ന്. ടോസ് ഇടാൻ വേണ്ടി എല്ലാം തിരിച്ചെത്തും. അപ്പം പക്ഷെ അഗെയിൻ ഫെയ്റ്റ്. Good morning, Bangalore. Good morning, Bangalore. This is RJ Sarah with This is Ashish Sarah with Priya Bridges. Yes. So it's 18th May. ഞങ്ങൾ സ്റ്റിൽ ബാംഗ്ലൂരിലാണ്. ഇന്നലത്തെ കുറച്ച് ചെറിയ സന്തോഷവും സങ്കടത്തിന്റെ എല്ലാം കഴിഞ്ഞിട്ട് സങ്കടവും സന്തോഷവും എല്ലാം കഴിഞ്ഞിട്ട് we are ready to explore Bangalore. Yes, guys. നമ്മുടെ യൂബർ വന്നു. നമ്മൾ ഇവിടുന്ന് വിദ്യാർത്ഥി ഭവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകാൻ പ്ലാൻ. അവിടെ 6:30 AM തൊട്ട് ലോങ് ക്യൂ ആണെന്നാണ് കേട്ടിട്ടുള്ളത്. സോ അപ്പൊ അതുകൊണ്ട് അറിയത്തില്ല അവിടെ ചെന്ന് ഫുഡ് കാണുമോ. ഇല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ലാൽബാഗ് പോകും, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ബൈ. ഫുഡ് കഴിക്കാവുന്നതാണ്. 1 hour വെയിറ്റിംഗ് ടൈം ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ടോക്കണൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. 1 hour ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചുമ്മാ കറങ്ങി ചുറ്റിയിട്ട് തിരിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ട് അല്ലേ. ഹായ് ഗായ്സ്. വന്ന വഴി മറക്കരുത്. പക്ഷെ ഞങ്ങൾ വന്ന വഴി മറന്നിരിക്കണം. ഞങ്ങള് വിദ്യാർത്ഥി ഭവനിൽ പിന്നെയും അവിടെ ചെന്നു. അപ്പോഴേക്കും നമ്മളോട് ഇന്ന സമയത്തുള്ളവര് ഈ ടൈം കഴിഞ്ഞ് വന്നാൽ മതി പറഞ്ഞു. സോ അപ്പൊ ഞങ്ങള് പിന്നെ ഇവിടെ നടക്കുമായിരുന്നു. അപ്പം സേറയുടെ ഫോണിന്റെ കവർ മാറ്റി ഒരു പുതിയൊരു ഗ്ലാസ് സ്ക്രീൻ കാർഡൊക്കെ ഞങ്ങൾ ഒട്ടിച്ചു. എൻ്റെ ക്യാമറയുടെ ഒരു ടാമ്പർ ഗ്ലാസ് ഒട്ടിച്ചു, ഇവിടെ ഒട്ടിച്ചു. സോ ഞങ്ങൾ അങ്ങനത്തെ ബസ്സൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. കിട്ടിയൊരു സന്തോഷം. L23 ആയിരുന്നു ഞങ്ങളുടെ നമ്പർ. സോ ഓടി കയറി വന്നിരിക്കുകയാണ്. കയറി വന്നിരിക്കുകയാണ്. ഇതാ ഹൈപ്പിനനുസരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ പറയാട്ടോ. ഫസ്റ്റ് ഡിഷ് കഴിക്കുകയാണ്. കൊള്ളാല്ലേ. ഇവിടെ നോക്ക്, ക്യാമറ നോക്ക്. ഇത് കുറച്ച്
മൈലേജ് ഭയങ്കര ഓക്കെ ഗൈസ് നെക്സ്റ്റ് പുതിന വട അതെ അവ വട ഗൈസ് പക്ഷെ ഞങ്ങൾ എന്റെ ഫോണും താഴെ പോയി ഇത് ഈ ഒരു ബിറ്റ് എടുക്കാൻ തൊട്ട് ഫോൺ താഴെ പോയി പക്ഷെ ഞങ്ങൾ കുറച്ചു ഞാൻ വ്ളോഗിൽ ബിറ്റ് പറഞ്ഞില്ല ഫോണിന്റെ മറ്റേ ക്യാമറയുടെ ഒരു കേസ് ഉണ്ടാക്കിയതുണ്ടോ മീൻസ് പുതിയത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ സാധനം ചെറുട്ട് പൊട്ടി പക്ഷെ അതില്ലെങ്കിൽ ക്യാമറ ഈ വെച്ചിട്ടുണ്ടോ ഇതിനെക്കാട്ടി വലിയൊരു ബീച്ച് വീണിട്ടുണ്ട് പൊട്ടിയിട്ടില്ല എന്തോ ഭാഗ്യത്തിൽ പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല പൊട്ടോ ഇല്ലയോ എന്നൊന്നും സോ അപ്പൊ അതുകൊണ്ട് അതെന്തായാലും ഇട്ടതും നന്നായി അത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിന് വലിച്ചു കളയണം 300 രൂപ ഗോണ്ട് എന്റെ 300 രൂപ ഗോണ്ടാണ് ഗൈസ് പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഫോണുള്ള ഇമ്പോർട്ടൻറ്റ് ആ പുള്ളി ത്യാഗി ഒന്ന് ഇട്ടോന്ന് തോന്നുന്നു ആ പുള്ളി പറഞ്ഞു 30,000 രൂപ കൊടുക്കേണ്ട ഒരു ക്യാമറ കാര്യം പൊട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞു സോ അപ്പൊ ഞങ്ങളിപ്പം ഇപ്പോൾ ഞങ്ങൾ ഡെത്ത് ബൈ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചുണ്ട് നമ്മൾ പാസ് എടുത്തുകൊണ്ട് ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ട് വന്ന് പ്രത്യാശിക്കുന്നു സ്കിപ്പ് അടിക്കേണ്ടതൊക്കെ സ്കിപ്പ് അടിച്ചോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വിഷയമില്ല സോ നമ്മൾ കുറെ എന്തൊക്കെയൊക്കെ അവിടെ എവിടെയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയൊക്കെ കുറെ കഥകളും കുറെ എക്സൈറ്റ്മെന്റ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് കണ്ടല്ലോ നമ്മൾ IPL കണ്ടില്ല പക്ഷെ ആ ഒരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ അറ്റ്മോസ്ഫിയറും ആ ഒരു ക്രൗഡിന്റെ ചിയേഴ്സ് കേൾക്കാൻ വേണ്ടി തന്നെ ആ ഒരു മൊമെന്റ് നമ്മള് സത്യം വേർത്തായിരുന്നു നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റ് ആയി നമ്മുടെ കുറെ സാഡ് മൊമെന്റ്സ് നമ്മൾ ഷൂട്ട് ചെയ്തില്ല കാരണം നമ്മൾ അത്രയും ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു ആ സ്റ്റേറ്റില് ബട്ട് സ്റ്റിൽ നമ്മൾ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ ഈ സെക്കൻഡ് ഡേ ഇത്രയും വരെ എത്തിച്ചു നിൽക്കുകയാണ് സോ ഇവിടെ നമ്മൾ ഇനി ലാൽബാഗ് നമ്മൾ മൊത്തം ഒന്ന് കറങ്ങിയായി കുറെ അണ്ണാകുഞ്ഞുങ്ങൾ ഓടും കാണുമോ അതല്ല കേട്ടോ അണ്ണാകുഞ്ഞ് അതല്ല സോ അപ്പോ നമ്മൾ ഇവിടുന്ന് ലാൽബാഗ് മൊത്തം കറങ്ങിയിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് സോ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം നമ്മുടെ ഹോട്ടലിൽ നിന്ന് സോ അത് നമുക്ക് ടൈം കഴിഞ്ഞു ആക്ച്വലി സോ ഇവിടുന്ന് ഇറങ്ങി അവിടെ പോയി ചെക്ക് ഔട്ട് ചെയ്തിട്ട് ബാക്കി നമ്മൾ വഴിയെ കാണിച്ചു തരാം ബൈ സോ ഗൈസ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നമ്മളിപ്പം യൂബർ എടുത്ത് നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് ഇവിടെയൊക്കെ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനാണ് പ്ലാൻ പക്ഷേ നമ്മൾ വിചാരിച്ചു ലഗേജ് ഒക്കെ ആയിട്ട് നടക്കണമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ക്ലോക്ക് റൂമിൽ നമ്മുടെ ലഗേജ് കൊണ്ട് വെക്കാനുള്ള പ്ലാൻ സോ ക്ലോക്ക് റൂം കൊണ്ട് വെച്ചിട്ട് നമ്മൾ അതിന് തിരിച്ച് മെട്രോ എടുത്ത് ഇവിടെ കുറച്ച് സ്പോട്സിലൂടെ വരാൻ പ്ലാൻ സോ അതിട്ട് നമ്മൾ ഈവനിങ് നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു നൈറ്റ് 8 o'clock സോ അപ്പോൾ നമ്മൾ ഓക്കെ ഇത് നൈസ് ആട്ടോ ഈ സംഭവം നമുക്ക് എത്ര ഹവേഴ്സിനായിരുന്നു 24 hours 320 rupees 8 hours നമുക്ക് 160 rupees ആണ് ഇപ്പൊ ഇത്ര വെള്ളം എടുക്കണം വേണ്ടല്ലോ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സോ നമ്മൾ ഇതിനകത്തുനിന്ന് ഇവിടെ സ്റ്റോറൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പേരും ഇമെയിൽ ID നമ്പർ OTP ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും സോ വേറെ ഒന്നും എടുക്കാനില്ലല്ലോ ഇതെടുക്കണോ അതിന്റെ പേരെന്തുവാ ചാർജർ പവർ ബാങ്ക് വേണ്ടല്ലോ സോ അപ്പം ഇത് കൊള്ളാം കേട്ടോ നല്ല ഇതാണ് എനിക്ക് ഇപ്പൊ വന്ന് എടുക്കണമെങ്കിൽ പിക്കപ്പ് കൊടുത്തിട്ട് എടുത്താൽ മതിയായിരിക്കും അല്ലേ ഇത് നൈസാണ് സോ നമ്മൾ 15 എന്നുള്ള ആ ഒരു ലഗേജിന്റെ അവിടെ നമ്മൾ വെച്ചു ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റൂലല്ലോ അല്ലേ ഓക്കെ ക്ലോസ്ഡ് ആണ് ഞാൻ വെച്ചിട്ടില്ല എന്തൊക്കെയോ നമ്മൾ കൊച്ചി മെട്രോയിൽ മറ്റൊരു കാർ പോലത്തെ ഇവിടെ ഇന്ത്യയിൽ ഇതിനകത്തുള്ളത് എന്താണ്
ഓക്കെ, ഇവിടെ മെട്രോയില് ഒരു ഗ്രീൻ ലൈൻ പേർപ്പിൾ ലൈൻ 2 സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മ മെട്രോ, ബാംഗ്ലൂർ മെട്രോയുടെ പറഞ്ഞിട്ടാണ് നമ്മ മെട്രോ. സോ നമ്മ മെട്രോയില് നമുക്ക് ഗ്രീൻ ലൈൻ ടുവേർഡ്സ് ഒരു സ്ഥലത്തേക്കും പേർപ്പിൾ ലൈൻ ടുവേർഡ്സ് ഒരു സ്ഥലത്തേക്ക്, അതിനകത്ത് 2 ലൈനും കൂടെ ലൈക്ക് ഇന്റർകണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് ഈ മെജസ്റ്റിക് സ്റ്റേഷൻ പറഞ്ഞത്. സോ ലൈക്ക് ഗ്രീൻ ലൈനും പേർപ്പിൾ ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. സോ ഇവിടെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു സ്ഥലത്തും ഇവിടെ മെജസ്റ്റിക് ഇറങ്ങിയിട്ട് വേണം മറ്റേ ലൈനിലേക്ക് പോകാണ്ട്. സോ ഇപ്പൊ നമ്മള് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകണേ. അതിനടുത്താണ് നമുക്ക് വിധാൻ സൗധ ഉള്ളത്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു, ചലിക്കുന്നു. അതെ, ജിലേബി ലാംഗ്വേജ് ഇംഗ്ലീഷിൽ പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ഏത്. ഓക്കെ, ഇതാണ് ഗൈസ്, ഇത് സബ്വേ പോലുണ്ടല്ലേ. നമ്മൾ പോകുന്നത് ആ സെക്കൻഡ് വൺ ഡോക്ടർ BR അംബേദ്കർ സ്റ്റേഷൻ വിധാന സൗധ അതിലേക്കാണ് പോകുന്നത്. അതിനപ്പുറത്ത് കബൻ പാർക്ക് ഉണ്ട്, പിന്നെ MG റോഡൊക്കെ നമ്മുടെ ചേർച്ച് സ്ട്രീറ്റ് ഒക്കെ വരുന്നത്. സോ ഈ ടുവേർഡ്സ് വൈറ്റ് ഫീൽഡ് എന്നുള്ള ഈ ഒരു റൂട്ട് ഐ തിങ്ക് ദിസ് ഇസ് പേർപ്പിൾ ലൈൻ. ഇതാന്ന് തോന്നുന്നു പേർപ്പിൾ ലൈൻ. നമ്മുടെ യശ്വന്ത്പൂർ ജംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് വന്ന് ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ, അത് ഗ്രീൻ ലൈൻ ഉണ്ട്. സോ ആ ഗ്രീൻ ലൈനിൽ നിന്ന് വന്ന് നമ്മൾ ഈ മെജസ്റ്റിക്കിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ പേർപ്പിൾ ലൈൻ എടുത്തിട്ട് നമ്മൾ കബൻ പാർക്കിലേക്ക് പോകുന്നു. ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ നമ്മൾ ഊബർ എടുത്തു. സോ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇവിടുത്തെ മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. Guys, look at this. പേർപ്പിൾ ലൈനിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആ ഒരു ഇന്റർസെക്ട് വരുന്നത് മെജസ്റ്റിക് ആണ്. ഈ ഒരു സ്ഥലം എല്ലാ വട്ടവും ക്യാബ് അങ്ങോട്ട് ഇങ്ങോട്ട് കാണാറുണ്ട്. പക്ഷെ നമ്മൾ വന്ന് ഫോട്ടോ ഇരിക്കുകയാണ്. സോ പിന്നെ ഫൈനലി നമ്മളിവിടെ വന്നു. ഇതാണ് ഗായ്സ് വിധാൻ സൗധ. ഇവിടെ വന്നപ്പോ മുതല് ഏറ്റവും കൂടുതൽ ഞാൻ തെറ്റിച്ചു പറഞ്ഞതും ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷേ ഇത് കുറെ പേര് വിധാൻ സൗധ പറയുന്നുണ്ട്. ആൾക്കാര് ഇവര് വിധാൻ സൗധ എന്ന് കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് വിധാന സൗധ ആണ്. മെട്രോയിലൊക്കെ എഴുതി വെച്ചേക്കുന്നത്. സോ കറക്റ്റ് പേര് വിധാന സൗധ ആണോ വിധാൻ സൗധ ആണോ എന്തിനാണ് ഒരു സൗധ ഒരു റോയൽ ഒരു ബാഹുബലി അല്ലെങ്കിൽ എന്താ ഒരു അതെ അത് പിടിച്ച് ഇതിനെ പറ്റി പറയുകയാണ്. വലിയ ഇതാണ് ഇത് ലൈക്ക് 1950, 150 ആ റേഞ്ചിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക് കാണാൻ പറ്റുമോ? ആക്ച്വലി ഭയങ്കര ഗവൺമെന്റിന്റെ ജോലി ഭയങ്കരമായിട്ട് എന്താ സീക്രട്ട് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ ഒരു വ്യൂ വെച്ചിട്ട് പണ്ട് നമ്മുടെ മൈസൂർ സ്റ്റേറ്റ് ആയിരുന്നു, ഇപ്പൊ കർണാടക. അതൊക്കെ മൈസൂർ സ്റ്റേറ്റ് എന്ന സമയത്ത് സെക്കൻഡ് ചീഫ് മിനിസ്റ്റർ അങ്ങനെ എന്തോ ഒരു പുള്ളിക്കാരൻ പേരുണ്ട്, എന്തോ പേരാണ് ഞാൻ മറന്നു. ആ പുള്ളിക്കാരനാണ് ഇത് ബിൽഡ് ചെയ്തത്. സോ പുള്ളിക്കാരൻ തന്നെ ടാഗ് ഗവൺമെന്റ് വർക്ക് സ്പോർട്സ് വർക്ക് അതിന് കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിനകത്തേക്ക് നമ്മുടെ നോർമൽ ആൾക്കാർക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. സോ നമുക്കെല്ലാം ഇങ്ങനെ ആർക്കിടെക്ചർ മാർബിൾ പുറത്തു നിന്ന് കണ്ട് ആസ്വദിച്ച ഫോട്ടോ എടുത്ത് പോകാൻ പറ്റും. ഇതിനകത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല. അത് ലൈക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയൊക്കെ അതൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെയാണ് പോകുന്ന എൻട്രി നമുക്കറിയില്ല. ബട്ട് ഇതിന് 4 സ്റ്റോറിയുടെ ബിൽഡിംഗ് ആണ് മേളിലേക്ക്. എനിക്കൊരു അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു ഫ്ലോറും കൂടെ ഉണ്ടെന്നാണ് നമ്മൾ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിക്കുമ്പോൾ വെബിൽ നിന്ന് സെർച്ച് ചെയ്താണ് എടുത്ത് തരുന്നത്. അപ്പം ഒരു 4 ബിൽഡിംഗ് നമുക്ക് മേളിൽ കാണാം. 4 സ്റ്റോറീസ് ഓഫ് ദിസ് ബിൽഡിംഗ് മേളിൽ കാണാം. താഴോട്ട് ഒരു ഫ്ലോറും കൂടെ ഉണ്ട്. സോ ഇതൊരു കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്കൊരു രാമോജി റാവു ഫിലിം സിറ്റിയിലൊക്കെ പോയൊരു സ്വാഭാവികമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇത്രയും ഗ്രാനൈറ്റ് ബന്ധപ്പെട്ട ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ ഇതൊക്കെ നമുക്ക് കിട്ടിയൊരു നോളജാണ്. നല്ല ഭംഗിയാണ്. ഇതിന്റെ കുറേ ഏരിയസ് ഉണ്ട്. ഒരു 146 ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് ഇതിന്റെ ഇത് മൊത്തത്തിലുള്ളത്. അപ്പൊ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം, അതും ബാംഗ്ലൂരിന് ആർട്ടായിട്ടുള്ള ഈ പ്ലേസ് തന്നെ. അതാണ് വേറൊരു സംഭവം. ഇത്രയും ബ്ലോക്കുള്ള, ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള, ഇത്രയും വളർന്ന ഒരു സിറ്റിയുടെ നടുക്ക് ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചറൽ മാർബിളിൽ ഇട്ടേക്കുന്നു. പ്ലസ് കബൻ പാർക്ക് എന്ന് പറഞ്ഞ പാർക്ക്, അതിനും ഇത്രയും ഏക്കർ ഒരു സ്ഥലം കിടക്കുന്നു. ഇതൊക്കെ ആക്ച്വലി ഭയങ്കര ഒരു പോസിറ്റീവ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് നമ്മളൊരു പുതിയ സിറ്റിയിലേക്ക് നല്ലൊരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു. സോ ഞങ്ങൾ വിസിറ്റ് ചെയ്തു, കുറെ നല്ല ഫോട്ടോസ് എടുത്തു. നമ്മൾ ഇവിടെ നിന്ന് ഇനി വേറെ അങ്ങോട്ടേക്ക് പോവാണ്. കണ്ടോ ഗൈസ്, ഡോക്ടർ BR അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, അങ്ങോട്ട് ചൂണ്ടി നിൽക്കുന്നു. എങ്ങോട്ടാ ചൂണ്ടി നിൽക്കുന്നത്? ഗവൺമെന്റ്സ് വർക്ക് ഇസ് ഗോഡ്സ് വർക്ക് എന്ന് പറയുന്നിടത്തോട്ട്. ദാറ്റ്സ് നൈസ്.
ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ചർച്ച് സ്ട്രീറ്റ്, ഓക്കെ, ബാംഗ്ലൂരിൽ നമ്മൾ അഗെയിൻ നമ്മൾ മെട്രോ കയറി MG റോഡ് മെട്രോ സ്റ്റേഷനിൽ ഓരോ സ്ഥലത്തെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ട്രീറ്റ് ഷോപ്പിംഗ്. സോ ഇറ്റോ പിന്നെ വന്നു. ആയിട്ടോ ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മൾ കുരിശാണിട്ടോ, കുരിശിന് വാങ്ങിച്ചിട്ടുണ്ട് 2 പേർക്കും ഓരോന്നും. സോ നമ്മൾ കുറച്ച് ഷോപ്പിംഗ്സ് ഒക്കെ കഴിഞ്ഞ് ചർച്ച് സ്ട്രീറ്റിൽ കൂടെ നമ്മൾ ഇങ്ങനെ നടക്കും. ഇനി ഫുഡ് കഴിച്ചിട്ട് പോകണം ഗായ്സ്. പെട്ടെന്ന് പറഞ്ഞ റെഡിയൊക്കെ ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിൽ പോയി ഫുഡ് കഴിച്ചു. നേരത്തെ ഇറങ്ങിയാലും ഇല്ലെങ്കിൽ നമ്മൾ ഈ മഴ മൊത്തം നനയും, ഉറപ്പാണ്. നമുക്ക് ഈ ട്രിപ്പിൽ അങ്ങനെ ആയിരുന്നു നമ്മുടെ യോഗം. എന്നിട്ട് ചർച്ച് സ്ട്രീറ്റിൽ പോയി മേഘ്ന ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മെട്രോ എടുത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്കറിയില്ല, ഇന്നലത്തെ മഴ കഴിഞ്ഞാൽ രണ്ടാമത്തെ രീതി എനിക്കൊന്ന് ബാംഗ്ലൂരിലെ മഴ നമ്മൾ ചതിച്ചാൽ അതെ, ബാംഗ്ലൂർ മഴയ്ക്കില്ല. ഞാൻ വെറുത്തുള്ളൂ. എനിക്ക് ബാംഗ്ലൂർ മഴയുടെ ഒരു ബന്ധമില്ല, നമ്മൾ വെറുത്തുള്ളൂ. ഞങ്ങൾ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ ഓടി എങ്ങോട്ടേക്ക് ഓടി എനിക്കറിയില്ല. KSRTC ബസ് സ്റ്റാൻഡിൽ കയറി ഒരു ഭാഗം ഒരു വഴി അറിയില്ല. സ്റ്റാൻഡിൽ കൂടെ ബാഗ് ബസ് സ്റ്റാൻഡിലുള്ള എല്ലാ കടക്കാരും ഇങ്ങോട്ടേക്ക് ഓടുന്ന ക്ലോസ് റൂമിൽ നിന്ന് ബാഗ് എടുത്തിട്ട് 2 ബാഗ് എടുത്തോണ്ട് ഓടി പ്ലാറ്റ്ഫോമിൽ വന്ന് ട്രെയിനിൽ കയറി ഇരിപ്പുണ്ട്. ഈ മഴ ഞങ്ങളെ കഷ്ടപ്പെട്ട് ഓടി. നമ്മൾ ഭയങ്കര പേടിച്ചു. ഒരു നിമിഷം പേടിച്ചു. വിളിക്കുന്ന ഒരു ആലോചിച്ചു. നാളെ എനിക്ക് ക്യൂലേക്ക് പോകേണ്ട കാര്യം ആലോചിച്ച് ഞാൻ എൻ്റെ വീട്ടിലാണ് രാത്രി കൊണ്ടുവരുന്നത് ഇവിടെ വർക്കാൻ സത്യം. ഇനി ഞങ്ങൾ ബ്ലോഗ് കുടിക്കാറ് ഞങ്ങൾ ബ്ലാക്ക് ആയിരിക്കില്ല. എന്ന് പറയും പാപ്പം. എൻ്റെ ആങ്ങളെ മഴ മൊത്തം നനഞ്ഞ് ഫ്രണ്ടോട് ഉണ്ടായിരുന്നു. അവനിപ്പോൾ ബസ് കയറി പോവാൻ അവനിപ്പോൾ ബസ് കയറാൻ വേണ്ടിയിട്ട് So guys, that's അടുത്ത് മൊത്തം അടിഞ്ഞിരിക്കുക. so guys, let's complete Bangalore trip. ഒരു 1.5 ബാംഗ്ലൂർ അതാണ് ക്യാപ്ഷൻ. അതിലൊരു 1.5 ബാംഗ്ലൂർ ട്രിപ്പ്. സോ ഞങ്ങൾ ലോഗോ ഫിൽം എന്ന് പറയുന്നത് ഞങ്ങൾ എന്തായാലും ഒരു ക്ലിപ്പോട്ട് എടുത്തിട്ട് ക്ലോസ് ചെയ്യും. അത് ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചതുകൊണ്ടാണ്. ഞങ്ങൾ വെക്കുകയാണ്. ബൈ. അവന് വട്ടാണ് ഗൈസ് അല്ലേ? അവരിവിടെ തൃപ്പൂണിത്തറ വന്ന് ചങ്ങനാശ്ശേരിയിൽ തൃപ്പൂണിത്തറ വന്ന് ഇറങ്ങിയിട്ട് ഓഫീസിൽ പോകുന്നവർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞങ്ങളുടെ ട്രെയിൻ തൃപ്പൂണിത്തറ പാസ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി. എന്തിനാ നല്ലത്? ഇന്നലെ കണ്ടു, ഇന്നലെ ഞാൻ 2 ദിവസം എപ്പോഴും നിന്ന് പിന്നെയും സ്റ്റിൽ നമ്മളേക്ക് പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. DCC പോവുക, സ്വൈപ്പ് ചെയ്യുക, തിരിച്ച് വീട്ടിൽ പോവുക എന്നാണ് നമ്മളൊക്കെ. അങ്ങനെ ആണെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. ഇവരിവിടെ ഡെവലപ്പ് ഇന്നലെ 3 പോയിട്ട് അത്രയും ദൂരം ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് 12 ഉറങ്ങിയിട്ട് 4:45 5 മണിക്കപ്പോൾ എഴുന്നേറ്റ് രാവിലത്തെ ട്രെയിനിൽ വന്നിട്ട് തൃപ്പൂണിത്തറ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്തിന് ഈ 2 ആത്മാക്കളെ കാണാൻ? പക്ഷെ നമ്മളന്ന് സ്പെഷ്യലാണ്. രണ്ടായിരിക്കും പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല ഗൈസ്. വാട്ട് ഇസ് ദിസ് മുക്കട? വാട്ട് ഇസ് ദിസ് പേര്? ഇതാണ് നമ്മുടെ മുക്കട. ഇതാണ് നമ്മുടെ ആദ്യം വ്ളോഗിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ തൽക്കാൽ കിങ്, നമ്മുടെ ട്രിപ്പിന് അതെ മുക്കട വ്ളോഗ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വരാൻ വേണ്ടിയിട്ടിരുന്നാണ്, പക്ഷെ 3 ട്രിപ്പ് കാരണം വരാൻ പറ്റിയില്ല. അത് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മൾ ചങ്ങനാശ്ശേരി എത്തി. ഞങ്ങൾ ഓടുകയാണ് ഗൈസ്. അതെ അതെ വയ്യ. ഇനി പോയിട്ട് ചെയ്തെടുത്ത് തന്നെ നിർത്തണം എന്നാണല്ലോ അതിന്റെ ഇത്. സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ആള് ഞങ്ങൾ കൂടെ ഉണ്ടാക്കി. സോ ഒത്തിരി ഇത്രയും സ്റ്റോറീസ് ഉള്ളൊരു ട്രിപ്പ് എനിക്കറിയില്ല. ഇത്രയും സ്റ്റോറീസ് ഉള്ളൊരു ട്രിപ്പ് ഇതിനു മുമ്പ് ഇത്ര ഉണ്ടായിട്ടില്ല. സ്റ്റോറീസ് ഇതൊക്കെ പറയണ്ടത് സ്റ്റോറീസ് എല്ലാം കൈ സൂപ്പർ ആയിരുന്നു. ഇനി ഇത് കയ്യിലടിച്ച് എന്നിട്ട് ഈ ലാപ്പ് നേരെ തുറക്കണം, പണിയെടുക്കണം. ബാക്ക് ടു ദ കോർപ്പറേറ്റ് ലൈഫ്, ബാക്ക് ടു ദ കോർപ്പറേറ്റ് ലൈഫ്. സോ ഇവളെ ഇപ്പൊ റിച്ചു എന്റെ മറ്റേ ബ്രദർ കൊണ്ട് വീട്ടിൽ വിടും. കൂടെ കാണിക്കുന്നതാണ്. അതെ, വീട്ടിൽ കൊണ്ടുവിടും. എന്റെ അമ്മ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. ഇതൊക്കെയാണ് ഗൈസ്.